മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ 317 റിലേ ഉപവാസ സമര ദിനത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ മഹാ ഉപവാസവും പ്രളയ ജല പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. This news brought to you by ആണിഹാരി. എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. വൈപ്പിനിൽ മാലിപ്പുറത്ത് 2024 ഒക്ടോബർ 2 മുതൽ തുടർന്നു വരുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരം 317 ദിവസത്തിന്റെ തുടർച്ചയായി കേരളം മുഴുവൻ ആളിപ്പടരുവാൻ പോകുന്ന മഹാപ്രക്ഷോഭത്തിന് മുന്നോടിയായി 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഹൈക്കോടതി വഞ്ചി സ്ക്വയറിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 25 പേർ ഉപവസിച്ചു. ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുത്. മുല്ലപ്പെരിയാറിൽ 50 അടി ഉയരത്തിൽ പുതിയൊരു തുരങ്കം നിർമ്മിച്ച് 2014 മെയ് 7 സുപ്രീം കോടതി നിർദ്ദേശം ഉടൻ നടപ്പിലാക്കി കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക. തമിഴ്നാടുമായുള്ള മുല്ലപ്പെരിയാർ കരാർ റദ്ദു ചെയ്യുക. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ നിയന്ത്രണം കേരളത്തിന്റെ അവകാശമാണ്. തേക്കടി ടൂറിസം റിസോർട്ട്സ് ലോബിയും അഴിമതിക്കാരും ബോട്ടിംഗ് നടത്തി വൻ ലാഭം നേടാൻ മാത്രം ഉപയോഗിക്കുന്ന കേരളത്തിലെ 6 ജില്ലകളിലെ 1.5 കോടി സാധാരണക്കാർക്ക് യാതൊരു ഉപകാരവുമില്ലാതെ ഏത് സമയത്തും വൻ ദുരന്തം വരുത്തിവെക്കാവുന്ന ഉയരത്തിൽ മുല്ലപ്പെരിയാർ ഡാം റിസർവോയറായ തേക്കടി തടാകത്തിൽ കെട്ടിക്കിടക്കുന്ന ജലം പുതിയ തുരങ്കം നിർമ്മിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കി ജലനിരപ്പ് താഴ്ത്തി എത്രയും വേഗം അപകട ഭീഷണി ഒഴിവാക്കുക. ഭാവി തലമുറയ്ക്ക് എന്നും ഭീഷണിയായി മാറുന്ന കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന പുതിയൊരു ഡാം വേണ്ട എന്നീ ആവശ്യങ്ങൾ കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ എത്രയും വേഗം ചർച്ച ചെയ്ത് നടപ്പിലാക്കുക എന്നതാണ് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ ആവശ്യം. രാവിലെ 10 മണിക്ക് മഹാ ഉപവാസ സമരം ഉദ്ഘാടനം ഒറ്റയാൾ പോരാളി കോട്ടൂർ ബാഹുലേയൻ നിർവഹിച്ചു. സമിതിയും സുപ്രീം കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. കരികാലത്തിൽ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല. ദയവായി ചെയ്ത് കേരള സർക്കാർ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഓർത്ത് ടണൽ പണിയിപ്പിക്കണം. 316 ദിവസമായി ഈ ടണൽ സമരം തുടങ്ങിയിട്ട് ഈ ടണൽ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വൈകിട്ട് 4:30 കൊല്ലം ബിഷപ്പ് ബസിലിയോസ് മാർത്തോമ യാക്കോബ് കത്തോലിക്ക ബാവ പ്രളയ ജല പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ മാർച്ച് നടത്തി. റാലിയിൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളെ പ്രതിനിധീകരിച്ച ജില്ലകളുടെ പേരുകൾ ദേഹത്തെഴുതി വെളുത്ത വസ്ത്രം ധരിച്ച പ്രവർത്തകരും ശരീരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനെ പ്രതിനിധീകരിച്ച് കറുത്ത വസ്ത്രം ധരിച്ച സമരഭടൻ ചുവന്ന ജലം ഒഴിച്ച് ഭാവിയിലെ മഹാപ്രളയം പ്രതീകാത്മകവൽക്കരിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരെ പ്രതിനിധീകരിച്ച് 2 സമരഭടന്മാർ ചെവിയും കണ്ണും അടച്ചുകെട്ടി നിഷ്ക്രിയരായി നിന്നു. ഇനിയും ഗവൺമെന്റുകൾ ജനസുരക്ഷയ്ക്ക് വേണ്ടി അടിയന്തരമായി മുന്നോട്ട് വന്നില്ല എങ്കിൽ കേരളം മുഴുവൻ ഇളക്കിമറിയുന്ന ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്കും നന്മയ്ക്കും കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമേ ഇനി ജനങ്ങൾ വോട്ട് വിജയിപ്പിക്കാൻ പാടുള്ളൂ എന്നും മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി കേരളത്തിലെ ജനസമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ഇന്ന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്ത് അപകടരഹിതമാക്കി മാറ്റുവാൻ ആകെ ഒരു വഴിയേ നിലവിലുള്ളൂ. അതാണ് സുപ്രീം കോടതി നിർദ്ദേശമായി 10 വർഷം മുമ്പ് മുന്നോട്ട് വന്ന പുതിയ തുരങ്കം എന്ന ആശയം. കാരണം മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളം പുറത്തേക്ക് പോകാൻ 136 അടിയിലെ 13 ഷട്ടറുകളും പിന്നെ 106.5 അടിയിൽ തമിഴ്നാട്ടിലേക്കുള്ള കുമളിയിൽ നിന്നുള്ള ഒരു തുരങ്കവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 106.5 അടി വരെയുള്ള വെള്ളം നിലവിൽ ഡെഡ് സ്റ്റോറേജായി കേരളത്തിനോ തമിഴ്നാടിനോ ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മുടെ എല്ലാവരുടെയും തലക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ദേശിച്ചുള്ള ഈ അപകട ഭീഷണി. ഈ സ്റ്റോറേജ് കുറക്കുന്നതിന് വേണ്ടി ഒരേ ഒരു മാർഗമേ നിലവിലുള്ളൂ. അതാണ് സുപ്രീം കോടതി 2014 മെയിലെ സുപ്രീം കോടതി വിധിയിൽ നിർദ്ദേശമായി മുന്നോട്ട് വെച്ച പുതിയ തുരങ്കം എന്നുള്ള ആശയം. നിലവിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം 122 വർഷമായി തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് 106.5 അടിയിലുള്ള ഒരു തുരങ്കമാണ്. 5 സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. കവിയും എഴുത്തുകാരനുമായ സരസൻ എടവനക്കാട് സ്വാഗതം പറഞ്ഞു. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി അധ്യക്ഷനായി. ബസിലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ, കാവ്യ അന്തർജനം, ഫാദർ ജോസഫ് പള്ളിപ്പറമ്പിൽ, ഖാദർ മാലിപ്പുറം,
അഡ്വക്കേറ്റ് ചാർലി പോൾ, ബാബു കടമക്കുടി, KS പ്രകാശ്, AS ശ്യാംകുമാർ എന്നിവർ സമ്പൂർണ്ണ പിന്തുണ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി വൈസ് പ്രസിഡന്റ് ഡേവിഡ് അട്ടിപ്പേറ്റി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, ഹൈക്കോർട്ട്.